അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 16/1/2026 യൗമുൽ അസ്മ് എന്ന ശീർഷകത്തിൽ നിശ്ചയദാർഢ്യത ഉള്ളവരാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. ഒരു മനുഷ്യൻ ഏതൊരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോഴും അയാൾ ഒരു നിശ്ചയദാർഢ്യത ഉള്ളവരാകണം, എങ്കിലേ അവർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ, മുന്നിലുള്ള തടസ്സങ്ങളെ വകഞ്ഞുമാറ്റി അയാൾക്ക് ഗമനം തുടരണമെങ്കിൽ ഒരു ഉറച്ച തീരുമാനം അയാൾക്കുണ്ടാകണം. അതിൻ്റെ പേരിൽ ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ അയാൾ അത് കാരണമായിക്കൊണ്ട് പ്രാപ്തരാകും. നിശ്ചയദാർഢ്യത ഉള്ള ആളുകൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകും. അവർ അവരുടെ ലക്ഷ്യം എന്തായാലും സാക്ഷാത്കരിക്കും. നമ്മുടെ മനസ്സ് നമുക്കങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ മേലിൽ പ്രവർത്തിക്കുമ്പോൾ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കും. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയദാർഢ്യത ഉള്ളവരായിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കഴിഞ്ഞുപോയ ഉലുൽ അസ്മുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരുടെ പാഠത്തിൽ നിന്ന് ക്ഷമ കൈക്കൊള്ളാൻ തിരുദൂതരോട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. നബിതങ്ങളുടെ പ്രാർത്ഥനകളിൽപ്പെട്ട 2 കാര്യങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അല്ലാഹുവേ കാര്യങ്ങളിൽ ഞാൻ നിന്നോട് സ്ഥിരതയെ ചോദിക്കുന്നു, വൽ അസീമത്ത അല റുഷ്ദ്, നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അവിടുത്തെ ദുആയിൽ കാണാൻ സാധിക്കും. 2 കാര്യങ്ങളാണ് അവിടെ നിന്ന് ഉൾപ്പെടുത്തിയത്. ഒന്ന് സ്ഥിരത, മറ്റൊന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയുക എന്നത്. ഈ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വ്യക്തി, അയാൾ ഒരു വടവൃക്ഷം പോലെ വേരുകൾ ഭൂമിയിൽ ആണ്ടുപോയി അതിൻ്റെ കാണ്ഡം ഉയർന്നു വന്ന് അതിൽ ചില്ലകളും ശിഖരങ്ങളും കൊമ്പുകളും ഒക്കെ പടർന്ന് പന്തലിച്ച് അത് ഫലങ്ങളും കായ്കളും നൽകുന്ന വൃക്ഷമായി മാറും. അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും. ഖുർആൻ പറഞ്ഞല്ലോ, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നീ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ അള്ളാഹുവിൽ തവക്കുലാക്കുക. നിശ്ചയം അള്ളാഹു തആല അവനെ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാകുന്നു. നമുക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടാകണം ഏതൊരു വിഷയത്തിലും. നാം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഉറച്ച തീരുമാനത്തോടുകൂടി ആവണം. ഇബാദത്തിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നാം നിയ്യത്ത് വെക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ അറിവ് പഠിക്കാൻ വേണ്ടി നാം മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്ക് നല്ല പരിശ്രമം ഉണ്ടാകണം. കുടുംബകാര്യങ്ങളിൽ നാം കുടുംബത്തെ ചേർത്ത് പിടിക്കണം. ഒരു മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ ആ മജ്ലിസിൻ്റെ മാനേഴ്സ് നാം ശ്രദ്ധിക്കണം. ഒരു സമൂഹത്തിനോട് ഇടപഴകുമ്പോൾ എല്ലാവരോടും മാന്യമായി ഇടപഴകാൻ നമുക്ക് കഴിയണം. രാജ്യത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ നാം എപ്പോഴും ശ്രദ്ധ ഉള്ളവരാകണം. അങ്ങനെ നാം ആ നല്ല തീരുമാനത്തോടുകൂടെ, ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഭാവിയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മാർഗങ്ങൾ തുറന്നു തരും. അതിൻ്റെ അന്ത്യം, പരിസമാപ്തി ഏതായാലും ഗുണകരമാകും. വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അല്ലാഹു തആല പറഞ്ഞല്ലോ, ക്ഷമിക്കുക, പൊറുക്കുക, അത് നല്ല ഉറച്ച തീരുമാനമാണ്. ആ തീരുമാനത്തിൽ അല്ലാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടും എന്ന ചിന്തയോടുകൂടി അവൻ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങണം. ഫൈദാ അസമൽ അംറു ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും. ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു, അവർ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മ അവർക്ക് ലഭിക്കും. കാര്യകാരണങ്ങളോടുമായി നാം എപ്പോഴും ബന്ധപ്പെടണം. നാം കഠിന പരിശ്രമശാലികളാകണം. ഒരിക്കലും നാം നിരാശരാകരുത്. അത് പിന്നീടാകാമെന്ന നിലക്ക് നീക്കിവെക്കുകയും ചെയ്യരുത്. പിന്നെ നാം സംശയവും നമ്മുടെ ആ
ആലോചനയും ഒക്കെ മാറ്റിവെക്കണം. അതിൻ്റെ ഭാവി എന്താകും എന്ന നിലക്ക് ഒന്നിലേക്ക് മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. ഇദാ കുൻത ദാ റഅയിൻ ഫകുൻ ദാ അസീമത്തിൻ ഫഇന്ന ഫസാദ റഅയി അൻത തറദ്ദദ. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല തീരുമാനം ഉണ്ടെങ്കിൽ നിനക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. നീ ഒരിക്കലും സംശയാലു ആയിക്കൊണ്ട് ഒന്നിലേക്കും മുന്നിട്ടിറങ്ങരുത്. നമ്മുടെ രാജ്യം UAE നല്ല കാഴ്ചപ്പാടുള്ള നിലപാടുള്ള രാജ്യമാണ്. ഏതു കാര്യങ്ങളും കൂടിയാലോചന നടത്തി വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി അതിലേക്ക് മുന്നിട്ടിറങ്ങുകയും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിയുന്നതിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യം. നമുക്കതുകൊണ്ട് തന്നെ എല്ലാ നിലയിലും മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. നാം വിജ്ഞാന സമ്പാദനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഭാവിയുടെ നിർമ്മാണം നമ്മിലാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അലാ ഖദ്രി അഹിൽ അസ്മി തഅത്തിൽ അസായിമു വതഅതി അലാ ഖദ്രിൽ കിറാമിൽ മക്കാരിമു. നിന്റെ തീരുമാനം എത്രമാത്രം ബലമുള്ളതാണോ അതിനനുസരിച്ചാണ് നിനക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുക എന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാജ്യം UAE ജനുവരി 17 യൗമുൽ അസ്മിൽ ഇമാറാത്തി UAE അതിൻ്റെ നിശ്ചയദാർഢ്യ ദിനമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനും പൗരന്മാർക്കുമൊക്കെ ഏതു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോഴും ഉറച്ച തീരുമാനമുണ്ടാകണം. നിലപാടുകൾക്കനുസരിച്ച് നീങ്ങുന്നവരാകണം. ഖുർആൻ പറഞ്ഞതുപോലെ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ്. അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അത് പൂർത്തിയാക്കിയ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കുന്നവരാണ് എന്ന ആ ചിന്തയോടുകൂടെ നല്ല തീരുമാനങ്ങളെടുത്ത് അതൊക്കെ നടപ്പിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ചിന്തകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ബർക്കത്ത് ചൊരിയട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.